10ാം ക്ലാസ് പാസ്സായവരാണോ നിങ്ങൾ? കൂട്ടത്തിൽ ഒരു ITIയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് നിരവധി വേക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഫസ്റ്റത്തെ വേക്കൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷീറ്റ് മെറ്റൽ വർക്കർ വന്നിട്ടുണ്ട്. SSLC ആൻഡ് ITI ആണ് പറഞ്ഞിട്ടുള്ളത്. NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം മെറ്റൽ വർക്കിൽ. മിനിമം 3 ഇയർ വർക്ക് എക്സ്പീരിയൻസ് ആണ് ഇവർ ചോദിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ തന്നെ കുറേ അധികം എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടുന്ന അപ്രൻറ്റീസ്ഷിപ്പുകൾ നിലവിൽ നടക്കുന്നുണ്ട്. അത് ഫ്രഷേഴ്സിനും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ഇതിലേക്കൊക്കെ കയറിയിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എളുപ്പത്തിൽ ജോലി കിട്ടുന്നതിന് സഹായകമാവും. പിന്നെ അതുപോലെ തന്നെ വെൽഡർ, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്കൽ ഡീസൽ, പിന്നെ അതുപോലെ മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രോണിക് മെക്കാനിക്കൽ, പിന്നെ പെയിൻറ്റർ, ക്രെയിൻ ഓപ്പറേറ്റർ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, പ്ലംബർ, ഷിപ്പ് റൈറ്റ് വുഡ്, ഇത്രയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇതിലേക്കൊക്കെ ഇതിനോട് സംബന്ധിച്ചിട്ടുള്ള ITI ഇവർ ചോദിക്കുന്നുണ്ട്. മിനിമം 3 ഇയേഴ്സ് തന്നെയാണ് എല്ലാ പോസ്റ്റിലേക്കും എക്സ്പീരിയൻസും കാര്യങ്ങളും പറയുന്നത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 21-ാം തീയതി തൊട്ടിട്ടായിരുന്നു. 21-ാം തീയതി തൊട്ടിട്ട് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 7 ഫെബ്രുവരി 2026 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. നിരവധി വേക്കൻസിയും കാര്യങ്ങളും ഇതിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷീറ്റ് മെറ്റൽ വർക്കറിലേക്ക് 64 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. വെൽഡർ ഉണ്ട് 49 വേക്കൻസി. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്ക്, ഇതിലേക്കൊക്കെ വേക്കൻസി അത്യാവശ്യം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് നോക്കിയിട്ട് ഏതാണോ നിങ്ങളുടെ ITIയും കാര്യങ്ങളും അത് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഏജ് ലിമിറ്റും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഏജ് ലിമിറ്റ് കാര്യങ്ങളും കിട്ടുന്നുണ്ട്. 45 വയസ്സ് വരെയുള്ള ഏജ് ലിമിറ്റൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ അതുപോലെ SC/ST കാൻഡിഡേറ്റിനൊക്കെ ഇളവും കാര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അത് നല്ലൊരു അവസരം തന്നെയാണ് ഇത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതിൽ മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ ടെസ്റ്റ് വരും 100 മാർക്കിൻ്റെ. ആ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീയും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ 300 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വരിക. പിന്നെ SC/ST കാൻഡിഡേറ്റിനൊക്കെ SMTും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇളവുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് അപ്ലൈ ചെയ്യാനുള്ള ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്. അതുവഴിയാണ് ഇത് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. 1 ടൈമായിട്ട് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് അപ്ലൈയും കാര്യങ്ങളും ചെയ്യുക. മുന്നേ 1 ടൈമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും 7-ാം തീയതിക്കുള്ളിൽ, അടുത്ത മാസം 7-ാം തീയതിക്കുള്ളിൽ തന്നെ അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്ത് വിടാൻ നോക്കുക. 7-ാം തീയതി വരെയാണ് നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ലൊരു അവസരമാണ്. എല്ലാവരും നോക്കിയിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. 10ാം ക്ലാസ് യോഗ്യതയും പിന്നെ വർക്കിനോടനുബന്ധമായിട്ടുള്ള ഒരു ITIയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് ഇതിനെ അപ്ലൈ ചെയ്യുക.